കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ ഇടം പിടിക്കുകയും നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തൊരു പേരാണ് ലാൻസ് നായിക് മീനാക്ഷി സുന്ദരം. അതാരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 2 വർഷം പിറകിലോട്ട് പോകണം. 2024 ഡിസംബർ 19 കാശ്മീരിലെ കുൽഗാമിൽ നമ്മുടെ സൈന്യവും ഭീകരമായിട്ടൊരു ഏറ്റുമുട്ടൽ നടന്നു. ആ സമയത്ത് ആർട്ടിലറി റെജിമെന്റിന്റെ ഭാഗമായിരുന്ന മീനാക്ഷി സുന്ദരം 34 രാഷ്ട്രീയ റൈഫിൾസിന്റെ ഒപ്പം ഈ ഒരു ഏറ്റുമുട്ടലിൽ പങ്കെടുത്തിരുന്നു. ഏറ്റുമുട്ടലിന്റെ ഇടയിൽ, അതായത് അതിരൂക്ഷമായ ഏറ്റുമുട്ടലിന്റെ ഇടയിൽ മുഖത്തും തോളലിനും അതിഗുരുതരമായിട്ട് മീനാക്ഷി സുന്ദരത്തിന് പരിക്കേറ്റു. വെടിയേറ്റ് തൻ്റെ താടിയെല്ലുകൾ ചിന്നിച്ചെതറി മരണത്തെ മുന്നിൽ കാണുന്ന ഒരവസ്ഥയിലായിരുന്നു മീനാക്ഷി സുന്ദരം. എന്നാൽ അദ്ദേഹം ആ വേദനയും ആ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ ഏറ്റുമുട്ടലിൻ്റെ ഇടയിൽ 4 ഭീകരരെയാണ് കൊന്നുകളഞ്ഞത്. ആ വെടിയുണ്ടകൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കടുത്ത വേദനയും രക്തസ്രാവമൊക്കെ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജീവനേക്കാളും വലുത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണെന്ന് ചിന്തിക്കുന്ന പട്ടാളക്കാരുടെ പ്രതീകമാണ് ലാൻസ് നായിക് മീനാക്ഷി സുന്ദരം എന്നുള്ളത്. പരിക്കേറ്റ് വീഴാറായ അവസ്ഥയിലും അദ്ദേഹം കാണിച്ച ഈ ഒരു അർപ്പണബോധം ആ സംഘത്തിന് സഹായമാവുകയും അതോടൊപ്പം തന്നെ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം കാണിച്ച അസാധാരണമായ ത്യാഗത്തിനും ധീരതയ്ക്കും നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് കീർത്തിചക്ര നൽകിയാണ് ആദരിച്ചത്. നമ്മുടെ രാജ്യത്ത് സമാധാന സമയത്ത്, അതായത് യുദ്ധങ്ങളൊന്നും നടക്കാത്ത സമയത്ത് നൽകുന്ന ഏറ്റവും വലിയ 2ാമത്തെ ബഹുമതിയാണ് കീർത്തിചക്ര. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ലാൻസ് നായിക് മീനാക്ഷി സുന്ദരത്തിന് കീർത്തിചക്ര നൽകി ആദരിച്ചു. സത്യത്തിൽ അദ്ദേഹം കാണിച്ച ഈ ഒരു അചഞ്ചലമായ മനോവീര്യവും അസാധാരണമായ ധൈര്യവും നമ്മുടെ പട്ടാളക്കാര്, നമ്മുടെ സൈന്യം എത്രത്തോളം ധീരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പരിക്കുകളും വേദനയും, എന്തിനു പറയുന്നു, മരണത്തെ പോലും മുന്നിൽ കണ്ട നിമിഷങ്ങളിൽ അതൊന്നും വകവെക്കാതെ അദ്ദേഹം കാണിച്ച ധീരത, അതാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട കാര്യം. യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. തൻ്റെ മുഖത്ത് വെടിയേറ്റിട്ടും ഒരു ഉരുക്ക് മനുഷ്യനെ പോലെ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭീകരരോട് പോരാടിയ ലാൻസ് നായിക് മീനാക്ഷി സുന്ദരത്തെ നമ്മൾ അറിയാതെ പോകരുത് എന്ന് എൻ്റെ മനസ്സിൽ അത്രയേറെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ധീര ജവാന് ലാൻസ് നായിക് മീനാക്ഷി സുന്ദരത്തിന് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആദരവും, സല്യൂട്ടും.